വെൽക്കം ടു ലേൺ PSC വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ് GST. GST നിലവിൽ വന്ന വർഷം 2017 ജൂലൈ 1. 2016 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നത്. GST ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് 2014 ഡിസംബർ 18. ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ സുതാര്യമാക്കുക എന്നതാണ് GSTയുടെ പ്രധാന ലക്ഷ്യം. GSTയുടെ ഘടന: നാം നൽകുന്ന GSTയുടെ 50% സംസ്ഥാന സർക്കാരിനും 50% കേന്ദ്ര സർക്കാരിനും ലഭിക്കുന്നു. GST നിലവിൽ വന്നപ്പോൾ 0, 3, 5, 12, 18, 28% എന്നീ 6 നികുതി നിരക്കുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 5%, 12%, 18%, 28% എന്നീ സ്ലാബുകൾ മാത്രം നിലനിർത്തി. 2025 സെപ്റ്റംബർ 22 GST നിരക്കുകൾ പരിഷ്കരിക്കുകയും തുടർന്ന് നികുതികളിൽ മാറ്റമുണ്ടാവുകയും ചെയ്തു. 5, 18 നിരക്കുകൾ മാത്രം നിലനിൽക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ്, വ്യായാമ പുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, മാപ്പുകൾ എന്നിവയ്ക്ക് GST ഇല്ല. അത്യാവശ്യ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, പാക്ക് ചെയ്ത ഭക്ഷണം തുടങ്ങിയവയ്ക്ക് 5% GST നൽകേണ്ടത്. റെസ്റ്റോറന്റ് സേവനങ്ങൾ, ടെലികോം സേവനങ്ങൾ, സാമ്പത്തിക സേവനങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ 350 cc താഴെയുള്ള മോട്ടോർ സൈക്കിളുകൾ, 1200 cc താഴെയുള്ള കാറുകൾ എന്നിവയ്ക്ക് 18% GST സ്ലാബിൽ ഉൾപ്പെടുത്തുന്നു. പുകയില, ഹൈ ഷുഗർ കാർബണേറ്റഡ് എനർജി ഡ്രിങ്ക്സ്, ആഡംബര വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് 40% പ്രത്യേക GST സ്ലാബിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരുമാനമുള്ള വ്യാപാരികളാണ് GST രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യേണ്ടത്. താങ്ക് യു.